നിഹ, ദിസ് ഇസ് ആരതി ഫ്രം ഇതാര വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എന്ത് സംസാരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി, അവൾ കണ്ണൂരാണ് പഠിക്കുന്നത്. അവിടുന്ന് വന്നു കഴിയുമ്പോൾ ചെറിയൊരു സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് സ്ലാങ്ങിനെ കുറിച്ച് സംസാരിച്ചോ ഇല്ല ലാംഗ്വേജിനെ കുറിച്ച് സംസാരിച്ചാലോ എന്ന് ആലോചിച്ചു. സ്ലാങ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് വേറൊരു സ്ലാങ് ആയിരിക്കും, നമ്മുടെ കോട്ടയത്ത് വേറൊരു സ്ലാങ് ആയിരിക്കും, അതുപോലെ തന്നെ കണ്ണൂർ വേറൊരു സ്ലാങ് ആയിരിക്കും. കാസർഗോഡ് ഭാഗത്തേക്ക് നമുക്ക് പിന്നെ പറയേ വേണ്ട, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അവർക്ക് ഭയങ്കര സ്പീഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ കാസർഗോഡുകാർ വരുമ്പോൾ സംസാരിക്കുന്നത് കേട്ട് നോക്കിയാൽ മതി. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാനൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗോവയ്ക്ക് ട്രിപ്പ് പോയി. ഞങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്കും മനസ്സിലാവുന്നില്ല, അവർ പറയുന്ന ഹിന്ദി ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. ആകെക്കൂടെ ഞങ്ങൾക്കൊട്ട് ഹിന്ദിയോട്ട് അറിയത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഹിന്ദിയായിട്ട് വലിയ ടച്ചപ്പ് ഒന്നും ഇല്ലെന്ന്. ആകെക്കൂടെ ഒരൊറ്റ ഇതിലാണ് ഞങ്ങൾ പിടിച്ചിനെ, കിത്തന. ഇതിനെന്താ വേല, അങ്ങനെയുള്ള ഒരു കിത്തന എന്നുള്ള പറഞ്ഞ വാക്കിന് മാത്രം ഞങ്ങൾ പിടിച്ചു നിന്നത്. പിന്നെ അവരുമായിട്ട് അറിയാവുന്ന പൊട്ടത്തരമാണേലും ഹിന്ദിയിലാണേലും ഞങ്ങൾ വില പേശി ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ ലാംഗ്വേജിന്റെ രീതിയിൽ വരുന്ന വലിയൊരു ഇൻസിഡന്റ്. കാരണം പോയി ഗോവയിലാണ് ഹിന്ദി, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവര് അങ്ങോട്ട് ചെന്നാലും നമ്മളിപ്പോ ഒരു ഹോട്ടലിന്റെ മുന്നിൽ പോയി നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെങ്കിലും അവർ പറയും പൈസ തരണം. അപ്പൊ അവര് കാര്യം നമുക്ക് പിടി കിട്ടും എന്താ അവർ പറയുന്നതെന്ന്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുന്ന അവർക്ക് പിടി കിട്ടില്ല. എന്താന്ന് അവര് പറട്ടെ അങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വലിയ രീതിയിൽ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്കൊട്ട് മനസ്സിലാവത്തുമില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റലിലേക്ക് കയറേണ്ടി വന്നു. ഗോവ ട്രിപ്പ് വേറൊരു വ്ളോഗായിട്ട് ഞാൻ തന്നെ ഇടാം. ഹോസ്പിറ്റലിലൊക്കെ കയറി വന്നിട്ട് നമ്മുടെ അസുഖം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, പുള്ളി ഡോക്ടറാണേലും ഇതാണേലും ഇത് അന്നേരം മരുന്നെടുത്ത് തരിക. പ്രിസ്ക്രിപ്ഷൻസ് ഇല്ല, ഒന്നുമില്ല. നമ്മളോട് ഇന്ന പോലെ രീതി കഴിച്ചോളുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്, അല്ലാതെ വേറൊരു രീതിയിലും ഇല്ല. നമ്മൾ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലേ വരുന്നത് അല്ലേ. അതെന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പൊ പിന്നെന്താ, അപ്പൊ അനിയത്തി വന്നു കഴിയുമ്പോ ഈ സ്ലാങ്ങിന്റെ വ്യത്യാസം വരുമ്പോ ഞാനിവിടെ നിന്ന് തിരുത്തി കൊടുക്കുക, അതങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവള് വീണ്ടും വന്നാലും അതങ്ങനെയാണ്. ആ രീതി തന്നെയാണ് എനിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ ബൈ.